ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കിടിലൻ കട്ട്ലേറ്റ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇവിടെ ഞാൻ ഒരു 1/2 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ 2 കപ്പ് ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ 1 കപ്പ് ഗ്രീൻ പീസ് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം. എല്ലാം ഞാൻ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു കുക്കറിലിട്ടിട്ട് ഇത്തിരി വെള്ളം, അതിൻ്റെ കൂടെ തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത് 3 കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനത് വേവിച്ചിട്ട് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി റെഡിയാക്കാം. ഇനി ഒരു ഉരുളിയിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണയിലോട്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കിയെടുക്കണം. ആ ഇഞ്ചിയുടെ ടേസ്റ്റ് നമ്മുടെ എണ്ണയിലോട്ട് വരാൻ വേണ്ടിയിട്ടും അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സവാള നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു കപ്പ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കണം, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എല്ലാതും വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നീട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ കുറച്ചേ ഇടുന്നുള്ളൂ, കാരണം നമ്മൾ നേരത്തെ പച്ചക്കറി വേവിച്ചപ്പോൾ അതിൽ ഉപ്പിട്ട് കൊടുത്തുകൊണ്ടാണ് ഇവിടെ കുറച്ച് ഉപ്പ് ചേർക്കുന്നത്. ഇപ്പോൾ എല്ലാതും നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാതും കൂടെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ 5 ബ്രെഡ് പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു കൈ വലുപ്പത്തിനുള്ള ഉരുളകളാണ് എടുക്കുന്നത്. എല്ലാതും ഒരേ വലുപ്പത്തിലാവാൻ ശ്രമിക്കുക. കൈ വെച്ചിട്ട് നല്ലൊരു ഷേപ്പാക്കി കൊടുക്കുന്നതാണ് കട്ട്ലേറ്റിൻ്റെ ആയിട്ടുള്ള. പിന്നെ സൈഡ്സും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് അടുത്തത് മൈദമാവിൽ മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. മുട്ട ഉണ്ടെങ്കിൽ മുട്ട കലക്കിയതിൽ മുക്കിയെടുക്കാം. ഞാനിവിടെ 4 ടീസ്പൂൺ മൈദ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ആക്കിയിട്ടുള്ളത്. അത് കട്ടിക്കുള്ള തന്നെയാണ് നല്ലത്. അപ്പോൾ അതിൽ മുക്കിയതിന് ശേഷം നമ്മളിനി ഇത് ബ്രെഡ് ക്രംസിലോട്ട്, അതായത് ബ്രെഡ്സ് പൊടിച്ചതിലോട്ട് ഇട്ടിട്ട് അതിലും കൂടെ നല്ലോണം ഒന്ന് കവർ ചെയ്ത്, അല്ലെങ്കിൽ ആ ബ്രെഡിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിനെ മാറ്റി വെക്കുന്നുണ്ട്. ഇങ്ങനെ 2-3 കൂടെ ഉണ്ടാക്കിയതിന് ശേഷം ആണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. ഇവിടെ കുറച്ചെണ്ണം ആയിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാം കൂടെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ നല്ലോണം ചൂടാക്കുന്നുണ്ട്. നല്ലോണം എണ്ണ ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ അതിലോട്ട് ഇടാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പുറം ഭാഗം വിചാരിച്ച ക്രിസ്പിനെസ് കിട്ടത്തില്ല. അങ്ങനെ 3-4 ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ ഏകദേശം ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതിനൊന്ന് മറിച്ചിടണം. അതായത് ഇപ്പോൾ ഒരു ഭാഗം മാക്സിമം ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാണ്ട് നല്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. എന്നിട്ട് ഒരു സൈഡ് ബ്രൗൺ കളർ ആകുമ്പോൾ മറിച്ചിടുക. എന്നിട്ട് ഇതുപോലെ തന്നെ അത് നല്ലോണം വെന്ത് വന്നതിന് ശേഷം ബ്രൗൺ കളർ ആകുമ്പോൾ കോരി മാറ്റും. ഇവിടെ ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കട്ട്ലേറ്റ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.